ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഇറ്റലിയിൽ ഡേ 4 ആണ്. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ. നാളെ ഞങ്ങൾ പോകും. അപ്പം ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് കാണാൻ പോകുന്നത് ലീനിങ് ടവർ ഓഫ് പീസ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചെരിഞ്ഞ ഗോപുരം. അപ്പം ഇവിടുന്ന് ഒരു 4 മണിക്കൂറുണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഉച്ചയ്ക്ക് ഒരു 12:30-ക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 7 മണി. അപ്പം ഇത്ര നേരത്തെ പോയാലേ ഉള്ളൂ അവിടെ കറക്റ്റ് സമയത്ത് എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അതും കൂടെ കാണാനുള്ളൂ. അതായത് മെയിൻ അട്രാക്ഷൻസിൽ അതുകൂടെ കാണാനുള്ളൂ. സോ ഞങ്ങളിന്ന് അതായത് ഇന്നൊരു ഫുൾ ഡേ അവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അത്രയും ദൂരം യാത്ര ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് ബാക്കി പാക്ക് ചെയ്ത് നാളെ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇന്ന് തന്നെ നടത്തണം. കാരണം നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് ഗോ ആൻഡ് സീ ലീനിങ് ടവർ ഓഫ് പീസ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു. അടുത്ത ടിക്കറ്റ് നമുക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കാനുണ്ട്. കാരണം റോമിന് വെളിയിൽ പോകുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. 8:35 ഒരു ട്രെയിനുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് പിടിക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ വന്ന് ടെർമിനി വന്നിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ നല്ല പൈസ. കാരണം നമ്മൾ ഫ്ലോറൻസ് ഒക്കെ വഴിയാണ് പോകുന്നത്. റോമിന് കംപ്ലീറ്റ്ലി പുറത്തായതുകൊണ്ട് ഏകദേശം 200 പൗണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിനായി 200 പൗണ്ട്. സോ ഇനിയിപ്പോൾ ഞങ്ങൾ ഏതാ പ്ലാറ്റ്ഫോമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അരോട്ടം ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പോയിട്ടുണ്ട്. സോ ഇത് ഞങ്ങൾ ആക്ച്വലി ഓർത്തില്ല. കാരണം പിസ്സ ഞാൻ വിചാരിച്ച സെയിം ടിക്കറ്റ് കൊണ്ടായിരിക്കും. എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഫ്ലോറൻസ് ഒക്കെ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഫ്ലോറൻസ് ഞങ്ങൾ റോമിന് പുറത്തായതുകൊണ്ട് നമ്മൾ പോകണ്ടെന്ന് തീരുമാനിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടുന്ന് കയറി ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത്. സോ എനിവേ നമ്മൾ ഓൾറെഡി പിസ്സ ടവർ കാണാൻ ബുക്ക് ചെയ്തുകൊണ്ട് എന്തായാലും പോകാതെ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. alta velocità, freccia rossa 94-90, partirà tra ട്രെയിനിൽ കയറി ഇനിയിപ്പം ഒരു 8:35 ആകുമ്പം കറക്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. നല്ല അടിപൊളി, ലക്ഷറി അല്ല പക്ഷേ നല്ല അടിപൊളി ട്രെയിൻ. അപ്പം ഈ ഒരു ട്രെയിനാണ് ഫ്ലോറൻസ്, മിലാൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും. കാരണം ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഹോപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് സൈഡ് സീറ്റ് ഇല്ല. അരോട്ടാണ് എപ്പോഴും സൈഡ് സീറ്റ് ഇരിക്കുന്നത്. അരോട്ട് തന്നെ സൈഡ് സീറ്റിലിരിക്കാൻ സമ്മതിക്കാറില്ല. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. കരുതിയെന്ന് പറഞ്ഞാൽ ചെറിയ ഇങ്ങനത്തെ ബണ്ണ് പോലത്തെ സാധനങ്ങളൊക്കെ, പിന്നെ വെള്ളവും കയ്യിലുണ്ട്. ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്തായാലും ഇത്രയും പൈസ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി ഫ്ലോറൻസിലൊന്നും പോകാഞ്ഞ് നമുക്ക് നേരെ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ പിസ്സ ടവർ ആ ഒരു ഭാഗത്താണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. സോ ഇനിയിപ്പം എന്തായാലും ഫ്ലോറൻസ് ടച്ച് ചെയ്ത് പോകാൻ പറ്റില്ല. നല്ല അടിപൊളി, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ പച്ചപ്പ്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഫ്ലോറൻസിലെത്തി. ഇവിടെ ഫിറഞ്ചി എന്നാണ് പറയുക ഫ്ലോറൻസിന്. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങി അടുത്ത ട്രെയിൻ മാറിക്കായിരുന്നു. പെട്ടെന്ന് പോയി. നമ്മൾ വ്യൂ ഒക്കെ കണ്ടിരുന്ന 2 മണിക്കൂർക്ക് പോയത് അറിഞ്ഞില്ല. ബാക്കി എല്ലാവരും കിടന്നുറങ്ങി. ഞങ്ങൾ വളരെ ഇതൊക്കെ നമ്മൾ വൺ ടൈമേ കാണുന്നുണ്ടാവുള്ളൂ, നമുക്കറിയത്തില്ല. സോ കണ്ണ് മിഴിച്ചിരുന്ന എല്ലാ വ്യൂവും കണ്ടു. സോ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിൻ ക്യാച്ച് ചെയ്തു. പിന്നെ 11:30 നമ്മളെത്തും. 1 മണിക്കൂറും കൊണ്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പിലെത്തും. സോ ഇനി ഞങ്ങൾ അടുത്ത ട്രെയിൻ പിടിക്കട്ടെ. ഞങ്ങളങ്ങനെ വേഗം തന്നെ വന്ന് അടുത്ത ട്രെയിനിൽ കയറി. ഇത് ആക്ച്വലി 10:28 സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊരു 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇരുന്ന്. ഇതിനകത്ത് സീറ്റ് നമ്പറൊന്നുമില്ല. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇരിക്കാം. എന്തോ ഭാഗ്യത്തിന് 2 സീറ്റ് കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കയറി കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പിസ്സ സെൻറ്ററിലെത്തും. ഇനിയിപ്പം എത്ര വലിയ ഇത് സാധാ ട്രെയിനാണ് കേട്ടോ. നമ്മൾ റൂമിലൊക്കെ ഉള്ള പോലെ തന്നെ സാധാ ട്രെയിൻ. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് അങ്ങനെ ഞങ്ങൾ പിസ്സ സെൻറ്ററിലെത്തി. ഇനി ഇവിടെ നിന്നൊരു 8 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിസ്സ ഗോപുരത്തിൻ്റെ അവിടെ എത്തും. ഞങ്ങൾ ചാടിയാണ്. ഞങ്ങൾ പിസ്സ സെൻറ്ററിൽ ഇറങ്ങി
ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 1 മണിക്കൂറോടെ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് ഒരു 8-9 മിനിറ്റ് നടക്കാനുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനാണ്. അതായത് മെയിൻ ടൗൺ ആണിത്. പിന്നെ അവിടെ ഒരു കഫേ കാണുന്നുണ്ട്. ഞങ്ങൾ വെച്ചാൽ അവിടെ പോയി ചായയൊക്കെ കുടിക്കാം. ഇവിടെ ഞാൻ ഇന്നലെയും കണ്ടു, പക്ഷെ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. ഈ മരങ്ങളൊക്കെ ഓറഞ്ച് മരങ്ങളാണ്. അതിനകത്തൊക്കെ ഓറഞ്ചുണ്ട്. ഞാനിങ്ങനെ വെച്ച് ഇങ്ങനെ താഴെയൊക്കെ വീണ് കിടപ്പുണ്ട്. ഇന്നലെ നമ്മൾ വത്തിക്കാനിലൊരു ടൗണിൽ കൂടെ പോയ സമയത്ത് ഫുള്ള്, അതായത് നല്ല പഴുത്ത ഓറഞ്ച് മരത്തിന്, അതായത് വഴിയുടെ 2 സൈഡിലും അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല എല്ലാം താഴെ വീണ് ആൾക്കാരൊക്കെ എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബസ്സിൽ പോയതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ സാൻഡ്വിച്ച് ഒരു കോഫി അകത്താക്കിയിട്ട് വേഗം പോകാമെന്ന് തീരുമാനിച്ചു. വേഗം ഇറങ്ങണം ഇനി. ഇത് നമ്മളൊരു പാലത്തെ കയറി നടന്നുകൊണ്ടിരുന്നു. അപ്പം റൈറ്റ് സൈഡിലെ വ്യൂ ആണ് നല്ല അടിപൊളി. കുറേ ഒരേ ഷേപ്പിലെ ബിൽഡിങ്സും പിന്നെ ബാക്കിൻ്റെ വലിയ മലയും. നമുക്കിപ്പോൾ ദൂരെ നിന്ന് തന്നെ ഇവിടുത്തെ കത്തീഡ്രൽ കാണാൻ പറ്റുന്നുണ്ട്. പിസാ ടൗണിൻ്റെ സൈഡിലുള്ള കത്തീഡ്രൽ. നമ്മൾ ഏകദേശം എത്താറായി. ഇത് ആ ഒരു കത്തീഡ്രലിൻ്റെ ഹെഡ് കാണുന്നില്ല, അവിടെയാണ്. നമുക്ക് റോമിൻ്റെ അത്രയും വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഭയങ്കര ഓൾഡ്. ഇപ്പം നിങ്ങൾ ഇത് വോളൊക്കെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും ഭയങ്കര അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത. ചിലപ്പോൾ ഇതായിരിക്കും ആ ഒരു നാടിൻ്റെ ഒരു സ്റ്റൈൽ. നമ്മൾ പോണ്ടിച്ചേരിയിലൊക്കെ പോയ ഒരു സ്റ്റൈലുണ്ട്. ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെ. അരോട്ടൻ ഇവിടെ എല്ലാം പകർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറയ്ക്കകത്ത്. അരട്ടാ, നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി പുറത്ത് വന്നിട്ട് വീഡിയോസ് എടുത്താലോ? ഞങ്ങൾ ബാഗ് കൊണ്ട് ക്ലോക്ക് റൂമിൽ വെച്ച്. ക്ലോക്ക് റൂം ഫ്രീ ആണ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ. കാരണം ഒരു ചെറിയ ബാഗ് പോലും അവർ അതിനകത്ത് കയറ്റത്തില്ല. ഈവൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹിപ്പ് ബാഗ് പോലും, വേസ്റ്റ് ബാഗ് പോലും അവർ കയറ്റിയില്ല. അപ്പം പക്ഷെ നമുക്ക് ക്ലോക്ക് റൂം ഉണ്ട്, നമുക്ക് നമ്പരും സംഭവം സേഫാണ്. 1/2 മണിക്കൂർ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇതാണ് പിസാ ടവറിൻ്റെ ഉൾഭാഗം. ഇവിടെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് വായിക്കട്ടെ. അങ്ങനെ നമ്മളിത് കയറാനായിട്ട് തുടങ്ങി. കയറുമ്പോൾ നമുക്കൊരു ആട്ടമുണ്ട്. കാരണം ഇപ്പോൾ സ്റ്റെപ്പ് തന്നെ ശ്രദ്ധിച്ചറിയാം. ചില സമയത്ത് സ്റ്റെപ്പ് ഇങ്ങോട്ടും പിന്നെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തോട്ടും ഇരിക്കുന്നത്. ശരിക്കും നമുക്കത് ആ സ്റ്റെപ്പിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കയറുമ്പം ആക്ച്വലി ഞങ്ങൾ ഈ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞെരിഞ്ഞ് പോകുന്നുണ്ട്. ഞങ്ങളിവിടെ പകുതിയല്ല ഒരിച്ചിരി കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി. മലകളും കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ആയിട്ടുള്ള. അയ്യോ, ഇപ്പോൾ തന്നെ കിതയ്ക്കുന്നു. കുറച്ച് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് നല്ലപോലെ മടുത്ത്. ചെരിഞ്ഞ ഗോപുരം കൂടെ ആയതുകൊണ്ട് അയ്യോ. നമുക്ക് ഇവിടുന്ന് നടക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കയറ്റം ഇറക്കും വട്ടത്തിൽ നമുക്ക് നടക്കാൻ പറ്റും ഇവിടെ പുറത്തുകൂടെ. അപ്പം കയറ്റം ഇറക്കാവുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ സൈഡിൽ പിന്നെ ചെരിഞ്ഞ് ഇങ്ങോട്ടിരിക്കുന്നത്. ഇപ്പം അരൂട്ടം നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ. ഇത് അരൂട്ടൻ നേരെയാണ് നിൽക്കുന്നത്, പക്ഷേ ചെരിഞ്ഞതായതുകൊണ്ട് അരൂട്ടൻ ഓട്ടോമാറ്റിക്കലി ചെരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഒന്ന് റൗണ്ട് ചുറ്റി. ഇതിൻ്റെ എല്ലാ, അതായത് ഫുൾ ചുറ്റുവട്ടത്ത് പല പല വ്യൂ ഉള്ളത്. ഇപ്പോൾ നേരത്തെ ടൗണ് മാത്രം കണ്ടു. ഇപ്പോൾ ടൗണും കുറച്ച് മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ തണുപ്പുണ്ട് ഇവിടെ മേളിലായതുകൊണ്ട്. പിന്നെ ഇന്ന് സൂര്യവെളിച്ചം കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഒരു സ്റ്റെപ്പ് കൂടെ മേലോട്ട് പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ മേലോട്ടും കൂടെ പോകാം. ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് തലകറക്കമൊക്കെ മാറ്റി ഇനി ഞങ്ങൾ താഴോട്ട് പോവാണ്. കാരണം ഇനിയിപ്പോൾ ഇവിടുത്തെ കത്തീഡ്രലും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഞങ്ങളുടെ ട്രെയിൻ തിരിച്ചുള്ളത് 5 മണിക്കാണ്. ഇപ്പം 1 മണി 1:15 ഉള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ ഇനിയിപ്പോൾ ചുറ്റി നടന്ന് കണ്ട് മറ്റേ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കണമല്ലോ. മറ്റേ ഗോപുരം പിടിച്ചു നിർത്തുന്നത് ഗോപുരം ഉണ്ടെന്ന്. അപ്പോൾ അതെല്ലാം എടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ താഴോട്ട് പോവാണ്. താഴോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നു, കാരണം നല്ലപോലെ തല ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴെ ചെന്നിട്ട് ഇനി ബാക്കി എടുക്കാം. അടിപൊളി കത്തീഡ്രൽ. ഇതിൻ്റെ മേലെ ഇതിനകത്തെ കളറൊന്നും അല്ല, നമ്മൾ കണ്ണിൽ നേരിട്ട് കാണുമ്പം ശരിക്കും നമ്മുടെ ഗോൾഡിൻ്റെ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സീലിങ്ങിന്.
ഇനിയിപ്പോൾ ഇവിടെ അടുത്ത കത്തീഡ്രൽ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കയറാനായിട്ട് ഫ്രണ്ട് ഡോർ അടച്ചിട്ടേക്കും. ഇനിയിപ്പോൾ സൈഡ് ഡോർ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അരൂട്ടൻ എന്നെ തപ്പി പോകുന്നുണ്ട്. അരൂട്ടൻ ആക്ച്വലി എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അരൂട്ടൻ എന്നെ കാണുന്നത്. എടാ ഇതിനകത്ത് നോക്ക്, ഇവിടെ ചിത്രവരകളൊക്കെ ഉണ്ട്. ഐ മീൻ അതിൻ്റെ മുകളിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എനിക്ക് ഈ എല്ലാ ബിൽഡിങ്സും, അതായത് കത്തീഡ്രൽ ആയിക്കോട്ടെ, ബാപ്റ്റിസ്ട്രി ആയിക്കോട്ടെ, ഇപ്പോൾ കയറിയതാണ്, ഇപ്പം ഞങ്ങൾ നടക്കുന്ന ഈ ബിൽഡിംഗ് ആയിക്കോട്ടെ, എൻറ്റയർ പിസ ഗോപുരം ആയിക്കോട്ടെ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്ന മാർബിൾ കൊണ്ടാണ്. അന്നത്തെ കാലത്ത് അതെങ്ങനെയാണ് അവർ മാർബിളും കൊണ്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്നത്തെ മാർബിളിൻ്റെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴേ, പക്ഷേ ഫുൾ, അതായത് കംപ്ലീറ്റ് ഒരേ കളർ, ഒരേ ഷെയ്ഡിലുള്ള മാർബിളും കൊണ്ടാണ് അവർ എല്ലാ ബിൽഡിങ്സും അവർ ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രസമുണ്ട്. നമ്മൾ താജ്മഹൽ, എനിക്കിത് കണ്ടപ്പോൾ താജ്മഹൽ ഓർമ്മ വന്നു. അപ്പം ആ ഒരു കാര്യമാണ് അമേസിങ് ആയിട്ട് തോന്നുന്നത്. സോ എനിവേ, ഇതും അങ്ങനെ ഞങ്ങൾ ഇന്ന് പിസ ടവർ, ഇത് പിസ, അത് ഈ സിറ്റിയുടെ പേര് തന്നെ പിസ എന്നാണ് തോന്നുന്നു. അപ്പോൾ ഈ ഒരു അത്ഭുതവും ഞങ്ങൾ കണ്ടു, വിച്ച് ഐ ആം വെരി വെരി ഹാപ്പി. ആർ യു ഹാപ്പി? താങ്ക് യു. അപ്പം ഞങ്ങൾ കണ്ട് കഴിഞ്ഞ് ഇനിയിപ്പം തിരിച്ച് പോകണം. തിരിച്ചു പോയിട്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നാളെ ഞങ്ങൾ പോവുകയാണ്. വിച്ച് ഈസ് ലൈക്ക്, ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, വേറൊരു രാജ്യത്തോട്ടാണ്. ഞങ്ങൾ UK പോകുന്നത്. ഇനിയും ഞങ്ങൾക്കൊരു 6 ദിവസം കൂടെ ഞങ്ങൾക്ക് ഹോളിഡേ ഉണ്ട്. സോ ഞങ്ങൾ 6 ദിവസം പോകുന്നത്, എൻജോയ് ചെയ്യുന്നത് വേറൊരു രാജ്യത്തായിരിക്കും. അപ്പം അത് വരുന്ന വഴിയെ ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാൻ പറ്റും. സോ ടിൽ ദെൻ ബൈ.